ഒരു കുതന്ത്രം. മാലിക് ഇമാം റസൂലുള്ളാഹിന്റെ ഖബറുകളെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഖബറിലുള്ള ആളല്ലാത്ത എല്ലാവരുടെ വാക്കിലും തെറ്റുണ്ടാവൂ, എല്ലാവരുടെ വാക്കിലും തെറ്റുണ്ടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗലവി ആ പറഞ്ഞത് സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പിച്ചു പറയണം. ഉണ്ടോ? ഉണ്ടെങ്കിൽ മൗലവി നിങ്ങൾ എന്തിനാ അവിടെ പ്രസംഗിക്കാൻ വരുന്നത്? കാരണം നിങ്ങളുടെ വാക്കിലും തെറ്റുണ്ടാവുമല്ലോ. നിങ്ങൾ റസൂല, നിങ്ങൾ റസൂലല്ലല്ലോ. അപ്പൊ തെറ്റുണ്ടാവാൻ സാധ്യതയുള്ള നിങ്ങൾ എന്തിനു പ്രസംഗിക്കണം? നിങ്ങൾ എന്തിനു മതം പറയണം? ഞാൻ റസീവർ പണിയാ നിർത്തേണ്ടത്? ഞാൻ റസീവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? ഇനി ചോദിക്കട്ടെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് പറയാണെങ്കിലും പരമ്പര വേണോന്ന്? മാലിക് ഇമാം പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നോ? അല്ലെങ്കിൽ അതിന്റെ പരമ്പര ഒന്ന് വായിക്കൂ. നിങ്ങൾ മുതൽക്ക് മാലിക് ഇമാം വരെ വായിക്കൂ. മാലിക് ഇമാം പറഞ്ഞാൽ തെളിവാവൂല എന്നല്ലേ നിങ്ങളുടെ വാദം? നബി പറഞ്ഞാലേ തെളിവാവൂന്നല്ലേ? അങ്ങനെ നബി പറഞ്ഞതായി നിങ്ങൾ പരമ്പര വായിക്കൂ. നിങ്ങളെ വാദം അനുസരിച്ചാ ചോദിക്കുന്നത്, നിങ്ങളെ വാദം അനുസരിച്ചാ ചോദിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞങ്ങ് പോയാൽ നിങ്ങളെ പാട്ടും കേട്ട് പോകുന്ന മുജാഹിദുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങൾ പാട്ട് കേട്ട് പോകുന്നവരല്ല കേട്ടോ. ഞങ്ങൾക്ക് അല്ലാഹു ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്താശക്തി തന്നിട്ടുണ്ട്. വലഖദ് തറൈനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. അതേ ജിന്നിലും ഇൻസിലും അല്ലാഹു നരകത്തിന് വേണ്ടി പഠിച്ചൊരു കൂട്ടരുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കുന്ന ഹൃദയമില്ലാത്തവരുണ്ട്. വെറുതെ അല്ല അൻസാർ മാഷ് പിടികൂടിയത്. അയാൾ ഫിസിക്സിന്റെ ലെക്ചറാ. അയാൾക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ള ചെറുപ്പക്കാര് ധാരാളമുണ്ട്.